ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഡാനിയേലിന് വിരോധമായി അവർ എഴുതി, സിംഹക്കുഴിയിലിടണം, ഗുഹയിൽ മോതിരം കൊണ്ട് സീലി വയ്ക്കണം, രാജകൽപ്പന വലുതായി. അപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് രാജാവിൻ്റെ കൽപ്പന വന്നുവെന്ന് ഡാനിയേൽ അറിഞ്ഞു. നമുക്കിതറിയാം. പക്ഷേ എൻ്റെ നേരെ ഒരു പരാതി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അടുത്തുള്ള കൂട്ടുകാരനെ വിളിക്കും, ഫ്രണ്ട്സുകളെല്ലാം വിളിച്ചിട്ട് പറയാം, ഇതൊന്ന് നോക്ക്, ഇതാരാണ്, ഇതെങ്ങനെയാണ്. അവനെല്ലാം നമ്മൾ എന്ത് വിളിച്ച് പറയുന്ന പറയോ? ഭയത്തിൻ്റെ വാക്കുകൾ പറയും. നമ്മൾ പേടിച്ചോ? നമ്മൾ മനുഷ്യരാണ്. ഡാനിയേൽ ആര്? ഡാനിയേൽ മനുഷ്യരാണ്. പക്ഷെ അതിനകത്ത് വരുന്നൊരു വചനം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. ഡാനിയേൽ ഇത് കേട്ടിട്ടും ഡാനിയേൽ പ്രാർത്ഥിച്ചു. സ്തോത്രം. നിന്റെ പ്രാർത്ഥനയെ മുടക്കാൻ എത്ര മന്ത്രവാദികൾ, എത്ര സാത്താൻ്റെ കോട്ടകൾ ഒന്നിച്ചായിരുന്നു ശരിയെന്നാ, പ്രാർത്ഥിക്കുന്ന നിന്നെ തകർക്കാൻ പറ്റത്തില്ല. കർത്താവിന് വേണ്ടി നിൽക്കുന്നവനെ സ്തോത്രം ദൈവം കൈവിടത്തില്ല. 91 സങ്കീർത്തനം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അതിലായി പറയുന്ന ഒരു പദമുണ്ട്, എൻ്റെ ദൂതനെ നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്. കണ്ട വചനം പറയുന്നു, ഡാനിയേൽ സ്തോത്രം ആ ഗുഹയ്ക്കകത്ത് കിടക്കുമ്പോഴും ദൂതൻ വന്ന് കാത്തു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കാൻ പറയുന്നു, നിൻ്റെ പ്രാർത്ഥന നിർത്തരുത്. എത്ര ശത്രു നിൻ്റെ എതിരെ വന്നാലും, എത്ര മന്ത്രവാദികൾ നിൻ്റെ എതിരെ വന്നാലും, സ്വർഗത്തിലെ ദൈവം പറയുന്നു, എൻ്റെ ദൂതനെ വിട്ട് ഞാൻ നിന്നെ പരിപാലിക്കുന്നൊരു ദൈവം എന്ന് പറയുന്നു. വിശ്വസിക്കുന്നീ ഒരു മനുഷ്യൻ്റെ വാക്ക്, ആ മന്ത്രവാദി ഇങ്ങനെ ചെയ്തു, ഈ മന്ത്രവാദി ഇങ്ങനെ ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു, അയ്യോ ഞങ്ങൾക്ക് നോ. നിൻ്റെ ഉള്ളിലിരിക്കുന്നവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. നിൻ്റെ പ്രാർത്ഥന നീ നിർത്തരുത്. അത് മാത്രം നീ ശ്രദ്ധിക്കണം. സിംഹത്തിൻ്റെ വായെ അടച്ചു എന്ന് ചരിത്രത്തിലില്ല. പക്ഷെ വചനം പറയുന്നു, പ്രാർത്ഥിക്കുന്നവൻ ഏത് സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് കിടന്നാലും, എത്ര പൊട്ടക്കിണറിനകത്ത് കിടന്നാലും നിന്നെ മുകളിൽ കൊണ്ടുവരുന്ന ഒരു അഭിഷേകത്തിൻ്റെ പേരാണ് നസ്രയനായ യേശു. ജോസഫിനെ ശ്രദ്ധിച്ചു നോക്ക്, ആര് സഹായിക്കൊണ്ടുണ്ടായിരുന്ന അവിടെ ഒരുത്തരുമില്ല. സ്വന്തം സഹോദരന്മാരാണ് അവനെ പൊട്ടക്കിണറിലിട്ടത്. പക്ഷെ വചനം പറയുന്ന, അവൻ അറിയാതെ ഒരു കരം അവൻ എന്ത് ചെയ്തു? ആ പൊട്ടക്കിണറിൽ നിന്ന് തൂക്കിയെടുത്തു. കണ്ട, ഏത് ശത്രു നിന്നെ സ്തോത്രം നശിപ്പിക്കാൻ നോക്കിയോ, ആ ശത്രുവിൻ്റെ മുമ്പേ ആ ശത്രു കണ്ണ് തുറന്നിരിക്കുമ്പോൾ നിന്നെ ദൈവം അഭിഷേകം ചെയ്ത് ശത്രുവിൻ്റെ മുമ്പിൽ മേശയൊരുക്കും. മോശ എടുത്ത് പറഞ്ഞു, മോശേ കണ്ണടക്കല്ലേ, കണ്ണ് തുറന്നു വെച്ചോ. എന്താ കർത്താവേ? ഫറവോൻ എന്ന വ്യക്തിക്ക് എന്ത് വരണമെന്ന് നീ കണ്ടോ? മോശ എടുത്ത് കണ്ണടയ്ക്കാൻ പറഞ്ഞില്ലല്ലോ. ഈ കേൾക്കുന്ന നിങ്ങളോട് അതാണ് പറയണത്. ഭയന്ന് കണ്ണടക്കല്ലേ, കണ്ണ് തുറന്നു വെച്ചോ. നീ ഇത് എഴുതിയിട്ടോ, എൻ്റെ ദൈവം നിനക്കൊരു അത്ഭുതം ചെയ്യും. സീരിയസ് ആയിട്ട് പറഞ്ഞ ദൈവം നിനക്കൊരു അത്ഭുതം ചെയ്തിരിക്കും. വിശ്വസിക്കേ. സിംഹക്കുഴിക്കകത്ത് ദൂതൻ വന്നു. എങ്ങനെ വന്നു? ഇതുവരെയ്ക്ക് ദൂതൻ അവിടെ വന്നില്ലല്ലോ. പക്ഷെ അവിടെ പറയുന്നത്, ഡാനിയേലിനെ കാരണം കണ്ടെത്താൻ അവർ ശ്രമിച്ചു. ഒരു കാരണം കണ്ടെത്താൻ പറ്റിയില്ല. ഒരു ആഭിചാരം നിൻ്റെ നേരെ വരണമെങ്കിൽ ആദ്യം സാത്താനെ അയച്ച് നിൻ്റെ ഓരോ പ്രവൃത്തികളെ അവർ കൺട്രോൾ ചെയ്യും. നീ കർത്താവിൻ്റെ വചനത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും അഭിഷേകത്തിൽ നിന്നും നീ അല്പം നീങ്ങിയെന്ന് കണ്ടാൽ ആ പോട്ടെ ഇരുന്നുകൊണ്ട് അവരടിക്കും, കറക്റ്റ് എനിക്ക് കൊള്ളും. അല്ല, നീ ദൈവത്തിൻ്റെ ആഴങ്ങളിലും അന്യഭാഷകളിലും ആത്മാവിലും വചനധ്യാനത്തിൽ ഇരിക്കുന്നത് കണ്ടാൽ നിന്നെ അല്ല, നിൻ്റെ കുടുംബത്തെ, നിൻ്റെ സഭയെയും തൊടൂല. വിശ്വസിക്ക്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയാക്ക്. ഭയപ്പെടരുത്. വചനം വായിക്ക്, ബലപ്പെട്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.